അക്ഷയ കേന്ദ്രങ്ങൾ വഴി വിവിധ സർക്കാർ സ്ഥാപനങ്ങളുടെയൊക്കെ സേവനങ്ങൾ കൊടുത്തു തുടങ്ങിയിട്ട് 23 വർഷം പൂർത്തിയാകുകയാണ്. പൗരൻ്റെ ഓഫീസിൽ പോയി നേടേണ്ട ആവശ്യങ്ങളൊക്കെ വളരെ എളുപ്പത്തിൽ ചെയ്തു കൊടുക്കുന്ന ഒരു സ്ഥാപനം എന്ന നിലയിൽ അക്ഷയ സെൻറ്റർ സംസ്ഥാനത്തും തന്നെ വലിയൊരു വിജയമായിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നമ്മളിപ്പോൾ ഉള്ളത് കോഴിക്കോട് കോർപ്പറേഷൻ ഓഫീസിന് സമീപത്തുള്ള ഒരു അക്ഷയ സെൻറ്ററിലാണ്. ഇവിടെ നല്ല തിരക്ക് കാണാം. ഇവരൊക്കെയും പലതരത്തിൽപ്പെട്ട ആവശ്യങ്ങൾക്ക് വേണ്ടി വന്ന ആളുകളാണ്. എന്താവശ്യത്തിന് ഇവിടെ വന്നിരിക്കുന്നത്? ID കാർഡ് ഉണ്ടാക്കാൻ. ID കാർഡ് ഉണ്ടാക്കാൻ. അപ്പം ഇവിടുന്ന് സ്വന്തമായി ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഇവരുടെ ഹെൽപ്പോട് കൂടി ചെയ്യാൻ ആണ്. അതാ ഈ അക്ഷയ കേന്ദ്രങ്ങൾ നല്ലൊരു സർവീസാണോ നൽകുന്നത്? നല്ല സർവീസാണ്. മുൻപൊക്കെ ഏതെങ്കിലും ആവശ്യങ്ങൾക്ക് അക്ഷയ സെൻറ്റർ അപ്പോഴൊക്കെ ഭയങ്കര ഹെൽപ്ഫുള്ളായി? ആണ്, ഹെൽപ്പാണ്. ഏതാവശ്യത്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത്? പൊസിഷൻ സർട്ടിഫിക്കറ്റിന് വേണ്ടി വന്നിരിക്കുക, വില്ലേജ് ഓഫീസിലേക്ക് വേണ്ടിയിട്ടുള്ളത്. നമ്മൾ നേരിട്ട് വില്ലേജ് ഓഫീസിൽ പോകുന്നതിലും സഹായമാണോ ഇവിടെ? ഏറ്റവും ബെറ്ററാണ്, നന്നായിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളൊക്കെ ഉഷാറാണ്. 23 വർഷമായി ഇത് വളരെ വിജയകരമായി മുന്നോട്ട് പോകുന്നു. തീർച്ചയായിട്ടും ഈ പിണറായി വിജയൻ്റെ ഗവൺമെൻറ് വന്നതോടെ തന്നെ ഈ സർവീസുകളൊക്കെ ഇങ്ങനെ ആയതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി ഇവിടെ ഉണ്ടായിട്ടുണ്ടല്ലോ അക്ഷയ സെൻറ്റർ ഇന്നിപ്പോൾ സ്ഥാപിക്കപ്പെട്ടിട്ട് 23 വർഷമാവുകയാണ്. ഇത് ആളുകൾക്ക് ഉപകാരപ്രദമാണോ? എങ്ങനെയാണ് തോന്നുന്നത്? കുറേ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ ഇവിടെ ഇരിക്കുന്നുണ്ട്. അവരത് കൂടുതലായിട്ട് ഇവർ വരുന്ന ഓരോ ആൾക്കാരെയും അതുപോലെ കൈകാര്യം ചെയ്ത് വിടുന്നുണ്ട്. ഈ ചില അക്ഷയയിൽ തീരെ അറിവില്ലാത്ത ആൾക്കാർ ഇരിക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾക്കൊക്കെ വളരെ വൈകുന്നതും ക്യൂ വരുന്നതെന്നും. ഇവിടെ ഇപ്പോൾ ഞാൻ വന്നപ്പോൾ എനിക്കൊക്കെ പോസിറ്റീവായിട്ടാണ് തോന്നുന്നത്. നല്ല അനുകൂലമായിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നുണ്ട്. എല്ലാം പെട്ടെന്ന് തന്നെ ചെയ്ത് തരാൻ അവർ ഉത്സാഹപ്പെടാറുണ്ട്. പൊതുവെ അക്ഷയ സെൻറ്ററുകൾ ആളുകൾക്ക് നല്ലതാണോ? നല്ലതാണ്, നല്ല അഭിപ്രായം തന്നെയാണ് എനിക്കുള്ളത്. കാരണം ഞാനിപ്പോൾ കുറേ കാലമായിട്ട് ഈ ഒരു അക്ഷയയിൽ തന്നെയാണ് എൻ്റെ എല്ലാ ആവശ്യത്തിനും വരുന്നത്. ഞാനിപ്പോൾ ഫോൺ ചെയ്തിട്ടൊരു കാര്യം പറഞ്ഞാൽ അത് അയച്ചു കൊടുത്തൊക്കെ ആവശ്യങ്ങൾക്ക് ഞങ്ങൾ ഇവിടെ വന്നിട്ടുള്ളത്. റേഷൻ കാർഡിൻ്റെ ആവശ്യത്തിന് വന്നിട്ടുണ്ട്, ഹസ്ബൻഡിൻ്റെ വാർദ്ധക്യകാല പെൻഷന് വന്നിട്ടുണ്ട്, അങ്ങനെ പല ആവശ്യങ്ങൾക്കും വേണ്ടി വന്നിട്ടുണ്ട്. എല്ലാവരും പറയുന്നത് അതാണ്. അക്ഷയ സെൻറ്ററിലെ ജീവനക്കാർ പക്ഷേ നല്ല തിരക്കിലാണ് എല്ലാ സമയത്തും ഉണ്ടാകാറ്. പ്രത്യേകിച്ച് കോർപ്പറേഷൻ്റെ ഭാഗമൊക്കെയായ അക്ഷയ സെൻറ്ററിൽ നല്ല തിരക്ക് അനുഭവപ്പെടും. അതുകൊണ്ട് തന്നെ അതുമാത്രവുമല്ല, അവർ സേവനം നൽകുന്ന ആളുകളായതുകൊണ്ട് തന്നെ അവർക്ക് സംസാരിക്കാൻ കഴിയില്ല എന്ന് അറിയിച്ചിട്ടുമുണ്ട്. പക്ഷേ കഴിഞ്ഞ 23 വർഷമായി ഓഫീസ് സംവിധാനങ്ങളും സാധാരണ ജനങ്ങളും തമ്മിലുള്ള അകൽച്ച കുറയ്ക്കുന്ന ഒരു പാലമായാണ് അക്ഷയ സെൻറ്ററുകൾ പ്രവർത്തിക്കുന്നത്. ഇന്നിപ്പോൾ 23ാം വാർഷികം ആഘോഷിക്കുന്ന അക്ഷയ ഒരുപാട് മുന്നോട്ട് പോകട്ടെ എന്ന് മാത്രം നമുക്കും ആശംസിക്കാം. വീഡിയോ ജേർണലിസ്റ്റ് ഷനിൽ കണ്ണനൊപ്പം റിപ്പോർട്ടർ സാനിയോ, ഇൻ റിപ്പോർട്ടർ, കോഴിക്കോട്.